Very good morning to one and all, and warm welcome to our 8th online class. Under section 80 payments related ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 80C തുടങ്ങിയിട്ട് 80GGC വരെയുള്ള പ്രൊവിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഡക്ഷൻസ് റിലേറ്റഡ് ടു ദ പേയ്മെൻറ്റ്സ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഡക്ഷൻസ് റിലേറ്റഡ് ടു ദ ഇൻകം ആണ്. അപ്പോൾ സെക്ഷൻസ് 80I തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേയ്മെൻറ്റ്സിനേക്കാൾ ഉപരി അതെന്തായിരിക്കും, ഇൻകംസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര പ്രാധാന്യമുള്ളതല്ല. അതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത് പേയ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കണം. തിയറി ബേസിസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ തുടങ്ങുന്നത് 80IA ആണ്. The deductions in respect of profits and gains from undertaking or enterprise engaged in infrastructure development etc. അപ്പോൾ 80IA പറയുന്ന ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള സ്ഥാപനമാണ് ദ അണ്ടർടേക്കിംഗ് ഓർ എൻ്റർപ്രൈസ് എൻഗേജ്ഡ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടുന്ന ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 80IA എന്ന് പറയുന്നത്. So the deduction under this section is available to an assessee who derives any profits and gains from any enterprise carrying on the business of developing, operating and maintaining any infrastructure facility. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷനോ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ്ങോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലാണ് ഈ സെക്ഷൻ 80IA എന്ന് പറയുന്ന അതിൻ്റെ പ്രൊവിഷൻ്റെ കീഴിൽ വരുന്നത്. ഇതുപോലെ തന്നെ ഫ്രം ആൻ അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ പവർ ജനറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനും ഈ അണ്ടർ സെക്ഷൻ 80IA അണ്ടറിൽ തന്നെ വരുന്നതാണ്. Next one, the enterprise carrying on the business of infrastructure facility shall be owned by an Indian company or consortium of such companies or by an authority or board or corporation or any other body established or constituted under any central or state act and has started its operation on or after 1/4/1995. ഇനി ആ ഓർഗനൈസേഷൻ്റെ ഇൻകോർപ്പറേഷനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വായിച്ചത്. 1995 1/4/1995 ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരിക്കണം. ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം, ഒരു ഇന്ത്യൻ കമ്പനിയോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഹാവ് എൻ റൈറ്റ് ഓഫ് എൻ അസോസിയേഷൻ, കൺസോർട്ടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ എന്ന് പറയാം, ഓഫ് സച്ച് എ കമ്പനീസ് ഓർ ബൈ എനി അതോറിറ്റി ഓർ ബോർഡ് ഓർ കോർപ്പറേഷൻ ഓർ എനി അതർ ബോഡി. ഏതെങ്കിലും ഒരു ബോഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. അത് ഏതിൻ്റെ കീഴിലായിരിക്കാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ആക്ട് പ്രകാരമുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെക്ഷൻ 80IA അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലായില്ലേ. ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ ഏത് വേണമെങ്കിലായിരിക്കാം. പക്ഷേ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് 1/4/1995 ശേഷമായിരിക്കണം. ഇനി അതിൻ്റെ ഡിഡക്ഷൻ എമൗണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദി എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ഈസ് 100% ഓഫ് ദ പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ 100% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ പറയുന്നത് ഫോർ 10 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സ് ഔട്ട് ഓഫ് 15 ഇയേഴ്സ് ബിഗിനിങ് വിത്ത് ദ ഇയർ ഇൻ വിച്ച് അണ്ടർടേക്കിങ്സ് ഡെവലപ്പ്
and begins to operate any infrastructure facility or generates power. രണ്ട് ഓപ്പറേഷനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് രണ്ട് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്നില്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. ഇതിലേത് വേണമെങ്കിലും ആവാം. പക്ഷെ അവിടെ പറയുന്നത് 15 വർഷത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ പറയുന്നത് ഔട്ട് ഓഫ് 15 years ബിഗിനിങ് വിത്ത് ദ ഇയർ. സ്റ്റാർട്ട് ചെയ്തിട്ട് 15 വർഷത്തിനുള്ളിലായിരിക്കണം. ഈ 100% പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര നാളത്തേക്ക് കിട്ടും? ഫോർ 10 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സ്. 15 വർഷത്തിൽ 10 വർഷം, ആദ്യത്തെ 10 വർഷമാണ് നമുക്ക് കിട്ടുന്നത്. കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂവസ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ഇയേഴ്സിൽ 10 വർഷത്തേക്ക് കിട്ടും. അത് തുടക്കം തുടങ്ങിയിട്ട് 15 വർഷത്തിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു 10 കണ്ടിന്യൂവസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സിലാണ് ഈ 100% പ്രോഫിറ്റ് കിട്ടുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? However, in the case of enterprise engaged in developing etc. of any infrastructure facility other than port, airport, inland waterway or inland port or navigational channel in the sea, the period of 15 years shall be substituted by 20 years. ഈ 15 വർഷം എന്ന് പറയുന്നത് 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ഇൻ ദി കേസ് ഓഫ് എൻ എൻ്റർപ്രൈസ് എൻഗേജ്ഡ് ഇൻ ഡെവലപ്പിംഗ് ആക്ടിവിറ്റിയിൽ, അത് ഏതിൻ്റെ ഡെവലപ്പിംഗ് ആണ്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള എനി ഓർഗനൈസേഷനിൽ നമുക്ക് കിട്ടും. പക്ഷേ ഏതിലാണ് നമുക്ക് കിട്ടാത്തത്? അതർ ദാൻ പോർട്ടായിരിക്കാം, എയർപോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻലൻഡ് വാട്ടർവേ. എങ്ങനെയാണ് ഈ ഇൻലൻഡ് വാട്ടർവേ എന്ന് പറയുന്നത്? ദറ്റ് ഈസ് റിലേറ്റഡ് ടു ദ റിവേഴ്സ്, ലേക്സ്, റിസർവോയേഴ്സ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വാട്ടർവേയ്സോ. അതുപോലെ തന്നെ ഇൻലൻഡ് പോർട്ട് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് മേ ഓർ മേ നോട്ട് ബി കണക്റ്റഡ് വിത്ത് എ സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പോർട്ടാണെങ്കിലും അതുപോലെ തന്നെ നാവിഗേഷണൽ ചാനലാണെങ്കിലും നമുക്കിതിൽ കിട്ടില്ല. അല്ലാത്ത എല്ലാ ഓർഗനൈസേഷനും എൻഗേജ്ഡ് ഇൻ ഡെവലപ്പിംഗ് ആണെങ്കിൽ, ഇനി ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്പിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് 15 വർഷം എന്ന് പറയുന്നത് നമുക്ക് എത്ര വർഷത്തേക്ക് മാറ്റാനായിട്ട് സാധിക്കും? എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ഡിഡക്ഷൻ ഫോർ ദ ഇനീഷ്യൽ ഫ്യൂ ഇയേഴ്സ് ഈസ് കോൾഡ് ടാക്സ് ഹോളിഡേ. ടാക്സ് ഹോളിഡേ എന്താണെന്നുള്ളത് സാധാരണ 2 മാർക്കിൻ്റെ ചോദ്യം വരാറുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇനീഷ്യൽ ഇയേഴ്സിൻ്റെ ഡിഡക്ഷൻ ആണെങ്കിൽ ആ ഇനീഷ്യലായിട്ടുള്ള ഡിഡക്ഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത്. എല്ലാ സ്റ്റുഡൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഡിഡക്ഷൻ ഫോർ ദ ഇനീഷ്യൽ ഫ്യൂ ഇയേഴ്സ് ഈസ് കോൾഡ് ദ ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ 80IA എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ളത് 2 ഓർഗനൈസേഷനാണ് ഇവിടെ പറയുന്നത്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പവർ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മാത്രമേ സെക്ഷൻ 80IA കിട്ടുന്നുള്ളൂ. അത് ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളത് കിട്ടും. പക്ഷെ അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1/4/1995 ശേഷം മാത്രമേ കിട്ടുള്ളൂ. 100% പ്രോഫിറ്റ് നമുക്ക് സെക്ഷൻ 80IA പ്രകാരം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. 10 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സിലാണ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് തുടക്കത്തെ 15 വർഷത്തിനുള്ളിൽ ആയിരിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു ഡെവലപ്പിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ 15 വർഷം എന്ന് പറയുന്നത് 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒഴിവാക്കിയിട്ടുള്ളത് പോർട്ട്, എയർപോർട്ട്, ഇൻലൻഡ് പോർട്ട് എക്സിട്രയാണ്. അതൊന്നും പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും പഠിക്കാം. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയില്ലേ? നെക്സ്റ്റ് പ്രൊവിഷനിലേക്ക് പോവാം. 80IAB ആണ്. 80IABയിൽ പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ബൈ ആൻ അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, SEZ എന്ന് പറയും. സ്പെഷ്യൽ ഇക്കണോമിക് സോണിനോട് റിലേറ്റഡ് ആയിട്ടുള്ള, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഏതെങ്കിലും ഒരു അണ്ടർടേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസോ ഈ SEZൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കിട്ടുന്ന ക്ലെയിം എന്ന് പറയുന്നതാണ് സെക്ഷൻ 80IAB എന്ന് പറയുന്നത്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമുക്കൊന്ന് നോക്കാം. ദ ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഈസ് അവൈലബിൾ ഫോർ എൻ SSE ഹു ഈസ് എ ഡെവലപ്പർ or any profits and gains derived from any business of developing a SEZ notified on or after 1/4/2005.
ഇവിടെ പറയുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് SEZ നോട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരിക്കണം. അത് 1/4/2005 ശേഷമായിട്ടുള്ളതിൽ മാത്രമേ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ എന്ന് പറയുന്നത് സെക്ഷൻ IAB പ്രകാരം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഹൂ ഈസ് എ ഡെവലപ്പർ, ഒരു ഡെവലപ്പർ ആയിരിക്കണം. എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ ആയിരിക്കണം? ബിസിനസ് ഓഫ് ഡെവലപ്പിംഗ് SEZ, സ്പെഷ്യൽ ഇക്കണോമിക്സ് ഓൺ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് സെക്ഷൻ IAB എന്ന് പറയുന്നത് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് ആസ് പെർ ദിസ് പ്രൊവിഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ എമൗണ്ട്? But this section does not apply where the development of SEZ begins on or after 1/4/2017. 1/4/2017 ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു SEZ ആണെങ്കിൽ നമുക്ക് സെക്ഷൻ IAB എന്ന് പറയുന്നത് നമുക്ക് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇനി ക്വാളിഫയിങ് എമൗണ്ട് നോക്കാം. ദ ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ ഓഫ് 100% ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് derived from such business for 10 consecutive assessment years. 100% പ്രോഫിറ്റ് ഓർ ഗെയിൻസിൻ്റെ 100% തന്നെ കിട്ടും. എത്ര വർഷത്തേക്ക് കിട്ടും? 10 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സിൽ കിട്ടും എന്നുള്ളതാണ് സെക്ഷൻ 80 IABയുടെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? സെക്ഷൻ 80 IAB എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്തിനോട് റിലേറ്റഡ് ആയിട്ട് ഉള്ളതായിരിക്കണം? സ്പെഷ്യൽ ഇക്കണോമിക് സോണിനോട് റിലേറ്റഡ് ആയിരിക്കണം. 1/4/2005 ശേഷമുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ ഒരു ഡെവലപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 1/4/2017 ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്പർ ആണെങ്കിൽ നമുക്ക് സെക്ഷൻ IAB എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ല. കിട്ടുന്ന എമൗണ്ട്, ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 100% ഓഫ് ദ പ്രോഫിറ്റ് ഓർ ഗെയിൻ ആണ്. അത് എത്ര വർഷത്തേക്ക് കിട്ടും? 10 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് വൺ, സെക്ഷൻ 80 IAC എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് എലിജിബിൾ സ്റ്റാർട്ടപ്പ്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പുതിയതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഇൻവെൻഷനാണ്. അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്കതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 80 IAC എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയി നോക്കാം. എലിജിബിൾ സ്റ്റാർട്ടപ്പ് മീൻസ് എ കമ്പനി ഓർ എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എൻഗേജ്ഡ് ഇൻ ദ എലിജിബിൾ ബിസിനസ് വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2016 ബട്ട് ബിഫോർ 1/4/2021. അപ്പോൾ ഒരു എലിജിബിൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എലിജിബിൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 80 IAC പ്രകാരം എന്താണ് അതിൻ്റെ അർത്ഥം? എ കമ്പനി ഓർ എ ലിമിറ്റഡ് ലൈബിലിറ്റി, ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനവും ആവാം. ബട്ട് ഇറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ ദ എലിജിബിൾ ബിസിനസ് വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2016. 1/4/2016 ശേഷം, ബട്ട് ബിഫോർ 1/4/2021. അപ്പോൾ 1/4/2016 1/4/2021 ഇടയിലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന കണ്ടീഷൻസ് ഉള്ളൊരു സ്ഥാപനമാണെങ്കിൽ മാത്രമേ സെക്ഷൻ 80 IAC പ്രകാരമുള്ള എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. But the total turnover does not exceed 25 crore in the previous year. അതിന് ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 25 കോടിയേക്കാൾ കൂടാനായിട്ട് പാടില്ല. ഏത് വർഷം? നമ്മുടെ പ്രീവിയസ് ഇയറിൽ 25 കോടിയേക്കാൾ കൂടുതലായിട്ട് ടേൺ ഓവർ ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് പറയുന്ന സെക്കൻഡ് കണ്ടീഷനും കൂടിയും ഫോളോ ചെയ്താൽ മാത്രമേ സെക്ഷൻ 80 IAC എന്ന് പറയുന്നത് നമുക്ക് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. ഇനി ഡിഡക്ഷൻ എമൗണ്ട് എത്രയാണ്? എൻ എമൗണ്ട് ഓഫ് equal to 100% of the profit or gain derived from such business for 3 consecutive years can be claimed by way of deduction under this section. നമുക്ക് 100% പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ്റെ നമുക്ക് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എത്ര വർഷത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ? 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ IAC എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ എലിജിബിൾ സ്റ്റാർട്ടപ്പ് ആണ്. എലിജിബിൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് 1/4/2016 തുടങ്ങി 1/4/2021 ഇടയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനമായിരിക്കണം. ആ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കണം. അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എലിജിബിൾ സ്റ്റാർട്ടപ്പ് തന്നെ ആയിരിക്കണം. അതായത് എലിജിബിൾ ബിസിനസ് ആണെങ്കിൽ മാത്രമേ
കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ 25 കോടിയേക്കാൾ ടേൺ ഓവർ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇതിൽ എലിജിബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 100% ഓഫ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ആണ്. പക്ഷെ നമുക്ക് എത്ര വർഷത്തേക്ക് കിട്ടും? 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിന് മാത്രമേ നമുക്ക് അത് കിട്ടുള്ളൂ എന്നുള്ളതാണ് ആസ് പെർ സെക്ഷൻ 80 IAC പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് വൺ സെക്ഷൻ 80 IB ആണ്. It is related to the deduction in respect of profit and gains from certain industrial undertaking other than infrastructure development undertaking. Infrastructure development undertaking അല്ലാതെ വരുന്ന എനി ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? അണ്ടർ സെക്ഷൻ 80 IBയുടെ അണ്ടറിലാണ് വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ വരുന്ന റിലേറ്റഡ് സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ആയിരിക്കണം. പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എൻ്റർപ്രൈസ് ആവാനായിട്ട് പാടില്ല. അത്രയേ പറയുന്നുള്ളൂ. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദ ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഈസ് അവൈലബിൾ ടു എൻ SSE whose gross total income includes any profits and gains derived from the business. നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് പറയുന്നത്. ദ ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഈസ് അവൈലബിൾ ടു എൻ SSE. എങ്ങനെയുള്ളൊരു SSEക്ക് മാത്രമേ ഈ സെക്ഷൻ IB എന്ന് പറയുന്നത് എലിജിബിൾ ആകുന്നുള്ളൂ. അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ദ ബിസിനസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം ആണെങ്കിൽ മാത്രമേ എലിജിബിൾ ആകുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. The commercial production and refining mineral oil in the northeastern region or in any part of India started operations not later than 31/3/2017 to the extent of 100% of eligible profit for 7 assessment years commencing from the initial assessment year. ഇവിടെ പറയുന്ന കണ്ടീഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എങ്ങനെയുള്ള യൂണിറ്റ് ആയിരിക്കണം? കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആയിരിക്കണം ആൻഡ് റിഫൈനിങ് മിനറൽ ഓയിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ റിഫൈനിങ് മിനറൽ ഓയിൽ ആയിരിക്കണം അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓർ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ്, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ആയിരിക്കാം ഈ ഓപ്പറേഷൻ നടത്തുന്നത്. പക്ഷേ അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് നോട്ട് ലേറ്റർ ദാൻ 31/3/2017 ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. ഇനി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 100% ഓഫ് ദ എലിജിബിൾ പ്രോഫിറ്റ്, എലിജിബിൾ പ്രോഫിറ്റിൻ്റെ 100% നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. എത്ര വർഷത്തേക്ക് അത് ക്ലെയിം ചെയ്യാം? 7 അസസ്മെൻറ്റ് ഇയേഴ്സ് കമൻസിങ് ഫ്രം ദ ഇനീഷ്യൽ അസസ്മെൻറ്റ് ഇയർ. എന്നാണോ അത് ഇനീഷ്യേറ്റ് ചെയ്തത്, എന്നാണോ അത് തുടങ്ങിയത്, ആ തുടങ്ങിയിട്ട് 7 വർഷത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. എത്ര രൂപ കിട്ടും? പ്രോഫിറ്റിൻ്റെ 100% കിട്ടും. പ്രോഫിറ്റ്സ് ഫോർ 7 അസസ്മെൻറ്റ് ഇയേഴ്സ് കമൻസിങ് ഫ്രം ദ ഇനീഷ്യൽ അസസ്മെൻറ്റ് ഇയർ. അതായത് ഏറ്റവും ആദ്യത്തെ വർഷം തുടങ്ങിയിട്ട് 7 വർഷം വരെയാണ് നമുക്ക് പ്രോഫിറ്റിൻ്റെ 100% സെക്ഷൻ 80 IB പ്രകാരം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ ആൻഡ് പാക്കേജിംഗ് ഓഫ് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്, മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ് ഓർ പോൾട്രി or marine or dairy products or handling of food grains to the following extent. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ പറയുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ്, പ്രിസർവേഷൻ ആൻഡ് പാക്കിംഗ്. അതായത് പ്രോസസ്സിംഗ് ആയിരിക്കാം, പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രിസർവേറ്റ് ചെയ്യുന്നതായിരിക്കാം, നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ് പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാക്കേജിങ് ചെയ്യുന്ന യൂണിറ്റ് ആയിരിക്കാം. അത് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീറ്റ് പ്രൊഡക്ട്സ്. പോൾട്രി എന്ന് വെച്ചാൽ കോഴി റിലേറ്റഡ് ആയിട്ട് വരുന്നത്, മെറൈൻ എന്ന് പറഞ്ഞാൽ സമുദ്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ട്സ്, ഡയറി എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ട്സ്, ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ. ഇതിനെല്ലാത്തിനോടും റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണെങ്കിലാണ് ഇനി പറയാൻ പോകുന്ന ഒരു ഡിഡക്ഷൻ പ്രൊസീജിയർ പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഓൺഡ് ബൈ എ കമ്പനി, ഇതൊരു കമ്പനി ഓൺ ചെയ്തിട്ടുള്ള ഒരു SSE ആണെങ്കിൽ നമുക്ക് എത്ര വർഷത്തേക്ക് കിട്ടും? ആദ്യത്തെ 5 വർഷം 100%, പിന്നത്തെ 5 വർഷം 30% നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ പ്രൊഡക്ട്സ് ഒരു കമ്പനിയാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 വർഷം 100%, പിന്നത്തെ 5 വർഷം 30% നമുക്കിവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്.
ഇനി കമ്പനി അല്ല വേറെ ഏതെങ്കിലും ഒരു SSC ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൺഡ് ബൈ എനി അതർ SSC ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ 5 വർഷം 100%, പിന്നത്തെ 5 വർഷം 30% കിട്ടില്ല. എത്ര ശതമാനം മാത്രമേ കിട്ടുള്ളൂ? 25% മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് സെക്ഷൻ 80IB പറയുന്നത്. ക്ലിയർ ആയില്ലേ? സെക്കൻഡ് കണ്ടീഷനും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് തേർഡ് കണ്ടീഷനാണ്. ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ് എനിവെയർ ഇൻ ഇന്ത്യ. അതായത് ഒരു ഹോസ്പിറ്റലാണ്, അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ related to the hospital and the maintenance related to the hospital. ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതർ ദാൻ എക്സ്ക്ലൂഡഡ് ഏരിയ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഡ്യൂറിങ് 1/4/2008 ആൻഡ് 31/3/2013. ഇവിടെ ഇയർ പറയുന്നുണ്ട് 1/4/2008 31/3/2013 ഇടയിലുള്ള ഒരു എക്സ്ക്ലൂഡിങ് ഫങ്ഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹാവിങ് അറ്റ്ലീസ്റ്റ് 100 ബെഡ്സ് ഫോർ പേഷ്യൻസ്. എത്ര ബെഡ് ഉണ്ടായിരിക്കണം? ആ ഹോസ്പിറ്റലിൽ 100 ബെഡിനേക്കാൾ കൂടുതലുണ്ടായിരിക്കണം. മിനിമം 100 ബെഡെങ്കിലും ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 100 ബെഡ്സ് ഫോർ പേഷ്യൻസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 100% ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് സച്ച് ബിസിനസ്. ആ ബിസിനസ് എത്ര രൂപ നമുക്ക് സെക്ഷൻ 80IB പ്രകാരം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും? ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ 100% നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അത് കിട്ടുന്നത് എങ്ങനെയാണ്? സച്ച് എ ബിസിനസ് ഫോർ എ പീരീഡ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സ്. 5 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സിലാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രം ദ ബിഗിനിങ് വിത്ത് ദ ഇനീഷ്യൽ ഇയർ, തുടക്കം തുടങ്ങിയിട്ട് ആദ്യത്തെ 5 വർഷം നമുക്ക് 100% ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തേർഡ് കണ്ടീഷനിൽ പറയുന്നത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം. ഓപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആയിരിക്കാം. ഇന്ത്യയുടെ ഏതൊരു സ്ഥലത്തും നമുക്ക് ആ ഹോസ്പിറ്റലിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ മിനിമം എത്ര ബെഡഡ് പേഷ്യൻസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? 100 ബെഡെങ്കിലും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ പറയുന്നത് അതർ ദാൻ എക്സ്ക്ലൂഡഡ് ഏരിയ. ചില എക്സ്ക്ലൂഡഡ് ഏരിയ നമുക്ക് എക്സംഷനായിട്ട് സെക്ഷൻ 80IBയിൽ പറയുന്നത് അതൊഴിച്ചിട്ടുള്ള ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ ഈ ഹോസ്പിറ്റൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏത് പീരീഡിന് ഇടയിലായിരിക്കണം? 1/4/2008 മുതൽ 31/3/2013 ഇടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഹോസ്പിറ്റൽ റിലേറ്റഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മാത്രമേ സെക്ഷൻ 80IB പ്രകാരം നമുക്ക് എത്ര രൂപ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? 100% ഓഫ് ദ പ്രോഫിറ്റ് ഓർ ഗെയിൻ. പ്രോഫിറ്റും ഗെയിൻ ഉണ്ടാക്കിയതിൻ്റെ 100% നമുക്ക് സെക്ഷൻ 80IB പ്രകാരം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ 5 വർഷം 5 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സിലാണ് നമുക്കിത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 80IB എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ അതർ ദാൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതിൽ 3 ക്ലാസിഫിക്കേഷനായിട്ടാണ് സെക്ഷൻ 80IB ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓരോ കണ്ടീഷൻസിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻ എമൗണ്ട് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. എല്ലാ സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് ഞാൻ പോവുകയാണ്. സെക്ഷൻ 80IBA എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ഹൗസിംഗ് പ്രൊജക്ട്സ്. ഇവിടെ പറയുന്നത് സെക്ഷൻ 80IBA പ്രകാരം പറയുന്ന ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഹൗസിംഗ് പ്രൊജക്റ്റ്. വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷനാണ് സെക്ഷൻ 80IBA എന്ന് പറയുന്നത്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയി നോക്കാം. വേർ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ SSC ഇൻക്ലൂഡ്സ് എനി പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ദ ബിസിനസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് ഹൗസിംഗ് പ്രൊജക്ട്സ്, എ ഡിഡക്ഷൻ ഈക്വൽ ടു 100% ഓഫ് ദ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം സച്ച് ബിസിനസ് ക്യാൻ ബി അലൗഡ് സബ്ജക്റ്റ് ടു സെർട്ടൻ കണ്ടീഷൻസ്. ഇവിടെ പറയുന്നത് സെക്ഷൻ IBAയിൽ പറയുന്നത് ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ ഇൻകം
ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സെക്ഷൻ IBA എന്ന് പറയുന്നത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബിൽഡിംഗ് ഹൗസിംഗ് പ്രൊജക്ട്സ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എത്ര രൂപ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും? പ്രോഫിറ്റിൻ്റെ 100% നമുക്ക് സെർട്ടൻ കണ്ടീഷൻസിൻ്റെ റിലേറ്റേഷനിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സെക്ഷൻ IBA പറയുന്നത്. ഇത്രയും ശ്രദ്ധിക്കേണ്ടോ? ഹൗസിംഗ് പ്രൊജക്റ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷനാണ് സെക്ഷൻ I80 IBA എന്ന് പറയുന്നത്. അവിടെ കിട്ടുന്നത് 100% പ്രോഫിറ്റ് ഓർ ഗെയിനിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബിസിനസ്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സെർട്ടൻ കണ്ടീഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്ഷൻ 80 IC ആണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകമായിട്ട് അത് നോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. സെക്ഷൻ 80 IC ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഫ്രം എൻ എൻ്റർപ്രൈസ് ഇൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. ചില സ്റ്റേറ്റുകളിൽ മാത്രം കിട്ടുന്ന ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിൻ്റെ സെക്ഷനാണ് സെക്ഷൻ 80 IC എന്ന് പറയുന്നത്. അപ്പോൾ ചില സ്റ്റേറ്റുകളിൽ മാത്രമേ ഇത് എലിജിബിൾ ആകുന്നുള്ളൂ. അതിൽ കിട്ടുന്ന ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 100% ഓഫ് ദ പ്രോഫിറ്റ്സ് ആണ് ഫോർ ദ ഇനീഷ്യൽ 5 years ആൻഡ് നെക്സ്റ്റ് 5 years that is the related to the company ആണെങ്കിൽ 30%, അതർ ഓർഗനൈസേഷൻ ആണെങ്കിൽ 25% ആണ് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? ഒന്നും കൂടിയും പറയാം. ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 100% ഓഫ് പ്രോഫിറ്റ് കിട്ടും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കണം? ആദ്യത്തെ 5 വർഷത്തേക്കാണ് നമുക്ക് 100% ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേസമയം നെക്സ്റ്റ് 5 yearsന് കമ്പനി ആണെങ്കിൽ 30%, കമ്പനി അല്ലാത്ത ഓർഗനൈസേഷനിൽ 25%. ഞാൻ നേരത്തെ സെക്ഷൻ 80 IBയിൽ പറഞ്ഞ സെയിം കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ സെക്ഷൻ 80 IE ആണ്. ദ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ അണ്ടർടേക്കിംഗ്സ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 80 IE എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഇഫ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ SSE ഇൻക്ലൂഡ്സ് എനി പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഡിറൈവ്ഡ് ബൈ എൻ അണ്ടർടേക്കിംഗ് ബിറ്റ്വീൻ 1/4/2007 to 1/4/2017 ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഫ്രം ദ മാനുഫാക്ചർ ഓഫ് എനി എലിജിബിൾ ആർട്ടിക്കിൾ ഓർ ഫ്രം ക്യാരിങ് ഇൻ ഓൺ എനി എലിജിബിൾ ബിസിനസ്. ഇത്രയാണ് അതിൻ്റെ കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള സ്ഥാപനമായിരിക്കണം, അണ്ടർടേക്കിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് ആ ഇൻകം ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് എന്നായിരിക്കണം? 1/4/2007 മുതൽ 1/4/2017 ഇടയിലുള്ളതായിരിക്കണം. അങ്ങനെയുള്ള സ്ഥാപനം എന്തായിരിക്കണം? അവിടുത്തെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് എലിജിബിൾ ആർട്ടിക്കിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്രം ക്യാരിങ് ഓൺ എനി എലിജിബിൾ ബിസിനസ്. ഏതെങ്കിലും ഒരു എലിജിബിൾ ബിസിനസ് നടത്തുന്ന സ്ഥാപനമോ എലിജിബിൾ ആർട്ടിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനമോ ആയിരിക്കാം. ഇത്രയാണ് സെക്ഷൻ 80 IEയിൽ പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇനി ഡിഡക്ഷൻ എമൗണ്ട് നോക്കാം. 100% ഓഫ് സച്ച് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫോർ 10 consecutive അസസ്മെൻറ്റ് ഇയേഴ്സ് കമൻസിങ് വിത്ത് ദ ഇനീഷ്യൽ അസസ്മെൻറ്റ് ഇയർ ഈസ് അലൗഡ്. എന്നാണോ ആദ്യമായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ഇയർ വന്നിട്ടുള്ളത് ആ വർഷം തുടങ്ങി നെക്സ്റ്റ് 10 consecutive അസസ്മെൻറ്റ് ഇയേഴ്സിലാണ് 100% സെക്ഷൻ 80 IE പ്രകാരം ഇവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഓരോ സെക്ഷനിലും പറയുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പർട്ടിക്കുലർ ഇയേഴ്സ് പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ സെക്ഷൻ 80 IE എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ വരുന്ന അണ്ടർടേക്കിംഗ് ആയിരിക്കണം. അവിടുത്തെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്? 1/4/2007 മുതൽ 1/4/2017 വരെയുള്ള ഇയർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ മാനുഫാക്ചറിങ് എന്ന്
പറയുന്നത് എലിജിബിൾ ആർട്ടിക്കിൾ ആവുകയോ അല്ലെങ്കിൽ ഒരു എലിജിബിൾ ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ മാത്രമേ സെക്ഷൻ 80IE അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അവിടെ കിട്ടുന്ന ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 100% ഓഫ് പ്രോഫിറ്റ് ഓർ ഗെയിൻ കിട്ടും. തുടങ്ങിയ വർഷം മുതൽ 10 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലാണ് ഇവർക്കിത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സെക്ഷൻ 80I എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊവിഷൻ ദാറ്റ് ഈസ് സെക്ഷൻ 80JJA. ഇവിടെ സെക്ഷൻ 80JJAയിൽ പറയുന്നത് ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് കളക്ടിങ് ആൻഡ് പ്രോസസ്സിങ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. എന്താണ് ഈ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത്? ജൈവമാലിന്യങ്ങൾ. അപ്പോൾ സെക്ഷൻ 80JJA എന്ന് പറയുന്നത് ജൈവമാലിന്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ വരുന്നത് കളക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ആയിരിക്കാം. അങ്ങനെ ഒരു യൂണിറ്റിന് കിട്ടുന്ന ഒരു ഡിഡക്ഷനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 80JJA എന്ന് പറയുന്നത്. അപ്പോൾ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ എത്രത്തോളം ഡിഡക്ഷൻ കിട്ടുന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. വേർ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ SSC includes any profits and gains derived from the business of collecting and processing or treating of biodegradable waste for generating power, producing fertilizers, biopesticides or other biological agents, producing biogas or making pellets for fuel or organic manure, a deduction shall be allowed to the extent of 100% of such a profit for a period of 5 consecutive years beginning with the assessment year relevant to the previous year in which such business commenced. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കേണ്ടത് ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. ഇനി അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ജൈവമാലിന്യങ്ങൾ എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? പവർ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് വളം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം, ബയോപെസ്റ്റിസൈഡ്സ് ജൈവ കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരോ, അല്ലെങ്കിൽ പെല്ലറ്റ്സ് ഫ്യൂവല് ഓർഗാനിക് ജൈവവളങ്ങൾക്കുള്ള പെല്ലറ്റ്സ് തയ്യാറാക്കുന്ന സ്ഥാപനങ്ങളോ ആവാം. ഇത്രയാണ് സെക്ഷൻ 80JJAയിൽ പറയുന്ന ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ്. ക്ലിയർ ആയില്ലേ? ഇനി വരുന്നത് ഡിഡക്ഷൻ എമൗണ്ട് ആണ്. നമുക്ക് 100% നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. തുടങ്ങിയ വർഷം മുതൽ 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലാണ് നമുക്ക് 100% പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുന്നത് സെക്ഷൻ 80JJA പ്രകാരം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഡിഡക്ഷൻ എമൗണ്ടും എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ സെക്ഷൻ 80JJA എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഒന്നും കൂടിയും പറയാം. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് നടത്തുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലാണ് നമുക്ക് സെക്ഷൻ 80JJA അപ്ലിക്കബിൾ ആകുന്നത്. അത് കളക്ഷനോ അല്ലെങ്കിൽ പ്രോസസ്സിങ്ങോ ആവാം. അവരുടെ ഇൻകം ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളമോ അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ്, ബയോഗ്യാസ്, അങ്ങനെ ഏതൊരു തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സ്ഥാപനമാണെങ്കിലും നമുക്ക് സെക്ഷൻ 80JJA എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആദ്യത്തെ 5 വർഷം തുടങ്ങിയിട്ട് ആദ്യത്തെ 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലാണ് നമുക്ക് ഇതിൽ 100% പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്ഷൻ 80JJAA ആണ്. അതായത് 80JJAA ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ന്യൂ എംപ്ലോയീസ്. ആദ്യമായിട്ട് തൊഴിൽ കിട്ടിയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ് സെക്ഷൻ 80JJAA എന്ന് പറയുന്നത്. വേർ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ SSC ടു ഹോം സെക്ഷൻ 44AB അപ്ലൈസ് to get their accounts audited includes any profits and gains derived from business, there shall be allowed a deduction of an amount equal to
30% of the additional employee cost incurred in the course of such business in the previous year for 3 assessment years, including the assessment year relevant to the previous year in which such employment is provided. അപ്പോൾ ഈ ന്യൂ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നതിൽ ഇവിടെ പറയുന്ന കണ്ടീഷൻസ് നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇദ്ദേഹം നടത്തുന്ന ബിസിനസ്സിൻ്റെ ഇൻകം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് SSC എന്ന് പറയുന്നത് സെക്ഷൻ 44AB അപ്ലൈ ചെയ്യുന്ന ഒരു കാറ്റഗറി ആയിരിക്കണം. അതായത് ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന ഒരു SSC ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സെക്ഷൻ 80JJA എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. ഇവിടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 30% ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 30% ഓഫ് ദ അഡീഷണൽ എംപ്ലോയി കോസ്റ്റ്. എംപ്ലോയീസിന് കൊടുക്കുന്ന വേജിൻ്റെ 30% നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് എത്ര വർഷത്തേക്ക് കിട്ടും? 3 അസസ്മെൻറ്റ് ഇയേഴ്സിന് നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് ഇൻക്ലൂഡിങ് ദ അസസ്മെൻറ്റ് year relevant to the previous year in which such employment is provided. എപ്പോഴാണോ എംപ്ലോയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ആ വർഷം തുടങ്ങിയിട്ട് ഒരു 3 അസസ്മെൻറ്റ് ഇയേഴ്സിനാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഇതിന് പുറമേ നമുക്ക് കിട്ടുന്നത് അഡീഷണൽ എംപ്ലോയി കോസ്റ്റ് മീൻസ് ടോട്ടൽ എമോളിമെൻറ്റ്സ് പെയ്ഡ് ഓർ പേയബിൾ ടു അഡീഷണൽ എംപ്ലോയീസ് എംപ്ലോയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതായത് ഇവിടെ അഡീഷണൽ എംപ്ലോയി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതായത് 30% ഓഫ് അഡീഷണൽ എംപ്ലോയി ആണ് നമുക്ക് ഡിഡക്ഷൻ എമൗണ്ട് കിട്ടണേ എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ആ എമൗണ്ട് എന്ന് പറയുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അഡീഷണൽ എംപ്ലോയി കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അഡീഷണൽ എംപ്ലോയി കോസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ടോട്ടൽ എമോളിമെൻറ്റ്സ് പെയ്ഡ് ഓർ പേയബിൾ, കൊടുത്തതാവാം അല്ലെങ്കിൽ കൊടുക്കാനുള്ളതായിരിക്കാം, ടു അഡീഷണൽ എംപ്ലോയീസ് എംപ്ലോയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ആ വർഷം പുതിയ എംപ്ലോയീസിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ക്ലെയിം അവർക്ക് കൊടുത്തിട്ടുള്ള എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് സെക്ഷൻ 80JJA എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 80LA ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഇൻകംസ് ഓർ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് എന്താണെന്നുള്ളത് നിങ്ങൾ 5th സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. It is a financial foreign banks which is located in another international financial center. അങ്ങനെയുള്ള യൂണിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മേക്സ് ലോൺസ് ഇൻ യൂറോ കറൻസി മാർക്കറ്റ്സ് when they accept deposits from the ഫോറിൻ ബാങ്ക്സ്. ഫോറിൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും അതുപോലെ തന്നെ ഫോറിൻ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് യൂറോ കറൻസി മാർക്കറ്റിൽ ലോൺ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 80LA പറയുന്നത് ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സിലോ അല്ലെങ്കിൽ IFSO ആണെങ്കിൽ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഡക്ഷനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 80LA പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. അതിൻ്റെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലൗഡ് ടു എൻ SSC ബീയിങ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ എനി അതർ ബാങ്ക് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ having an offshore banking unit in a special economic zone or a unit of an international financial service center in respect of their income from such business to the extent of 100% of such income for 5 consecutive assessment years and 50% for the next 5 consecutive assessment years. ഇവിടെ സെക്ഷൻ 80LA പറയുന്നത് SSC എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കാം? ഷെഡ്യൂൾഡ് ബാങ്ക് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബാങ്ക് ആയിരിക്കണം. പക്ഷേ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിരിക്കണം? ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. അതെന്തായിട്ട് വേണം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക? OBU ആയിട്ട് വേണം, ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് ആയിട്ട് വേണം അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതും എങ്ങനെയുള്ളതായിരിക്കണം? സ്പെഷ്യൽ ഇക്കണോമിക് സോൺ റിലേറ്റഡ് ആയിട്ടോ ഓർ യൂണിറ്റ് ഓൺ IFS, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ ആയിട്ട്, സർവീസ് സെൻറ്റർ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും വിരോധമില്ല. അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ ഇൻകം ഫ്രം സച്ച് ബിസിനസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ്, നമുക്ക് എത്ര രൂപ വരെ ഡിഡക്ഷൻ കിട്ടും? 100% ഡിഡക്ഷൻ കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നത്? 5 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സ്. ആദ്യത്തെ 5 വർഷം നമുക്ക് 100% കിട്ടും. പിന്നത്തെ 5 വർഷം നമുക്ക് 50% നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ എല്ലാവർക്കും സെക്ഷൻ 80LA മനസ്സിലായില്ലേ? അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് OBU അല്ലെങ്കിൽ IFS ആയിരിക്കും. അത് അല്ലേ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 5 വർഷം 100%, പിന്നത്തെ 5 വർഷം 50%ആണ് കിട്ടുക. അത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഷെഡ്യൂൾഡ് ബാങ്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബാങ്കുകളായിരിക്കാം. പക്ഷേ ഔട്ട്സൈഡ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്തതായിരിക്കണം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു SEZ, ദാറ്റ് ഈസ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. ക്ലിയർ? നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു സെക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. സെക്ഷൻ 80P എന്ന് പറയുന്നതാണ്. സെക്ഷൻ 80Pയിൽ പറയുന്നത് ദ ഇൻകം വിച്ച് ഈസ് റിലേറ്റഡ് ടു ഓർ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 80P പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 2 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. 100% ഓഫ് ഇൻകം ഫ്രം ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് അഗ്രികൾച്ചറൽ, മാർക്കറ്റിംഗ്, ബാങ്കിങ്, ഡയറിങ് എക്സെട്ര. അതായത് ഈ പറഞ്ഞ 4-5 ക്ലാസിഫിക്കേഷനിൽ പെടുന്നതാണെങ്കിൽ നമുക്ക് 100% ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, ബാങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറിങ് ആയിരിക്കാം. അതേസമയം 50,000 രൂപ ഇൻ ദ കേസ് ഓഫ് അതർ ആക്ടിവിറ്റീസ്, വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ്, മുമ്പ് പറഞ്ഞ ആക്ടിവിറ്റീസ് അല്ല എന്നുണ്ടെങ്കിൽ 50,000 അല്ലെങ്കിൽ 1,00,000 കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയുള്ള ഓർഗനൈസേഷൻ ആയിരിക്കാം? ദ കസ്റ്റമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ അതർ ആക്ടിവിറ്റീസ്. മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റീസ് അല്ലാതെ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്ന കസ്റ്റമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് എത്ര രൂപ വരെ കിട്ടും? 1,00,000 രൂപ വരെ കിട്ടും. അല്ലാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ 50,000 രൂപ വരെ കിട്ടുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും ഇത് നോട്ട് ചെയ്യേണ്ടതാണ്. സെക്ഷൻ 80P. ക്ലിയർ അല്ലേ? അപ്പോൾ 80Pയിൽ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് റിലേറ്റഡ് ആണ്. ഇവിടെ ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 100% കിട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് അഗ്രികൾച്ചർ, മാർക്കറ്റിംഗ്, ബാങ്കിങ്, ഡയറിങ് റിലേറ്റഡ് ആയിരിക്കണം. അതല്ലാത്ത ആക്ടിവിറ്റീസിന് 50,000 രൂപ കിട്ടും. അതുമല്ല എന്നുണ്ടെങ്കിൽ 1,00,000 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? കസ്റ്റമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അവർ അതർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിലും 1,00,000 രൂപ വരെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സെക്ഷനും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സെക്ഷൻ 80PA ആണ്. ആസ് പെർ സെക്ഷൻ 80PAയിൽ പറയുന്നത് പ്രോഫിറ്റ്സ് ഓഫ് എലിജിബിൾ ബിസിനസ് ഓഫ് പ്രൊഡ്യൂസർ കമ്പനിയാണ്. ഒരു പ്രൊഡ്യൂസർ കമ്പനിയാണ്, അത് എലിജിബിൾ ബിസിനസ്സാണ് അവർ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ പ്രൊവിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 80PA എന്ന് പറയുന്നത്. ഇവിടെ ഡിഡക്ഷൻ കിട്ടുന്നത് പ്രോഫിറ്റിൻ്റെ 100% നമുക്ക് ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് പറയാനുള്ളത് 80QQB ആണ്. കുറച്ചും കൂടിയും പ്രോബ്ലം ബേസ്ഡ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്നതാണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റോയൽറ്റി ഇൻകം എക്സെട്ര ഓഫ് ഓതേഴ്സ് ഓഫ് സർട്ടീൻ ബുക്സ് അതർ ദാൻ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ മറ്റുള്ള ബുക്കുകളുടെ ഓതർ, ആ ഓതർ ഒരു റോയൽറ്റി ബേസിൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഉണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് നമ്മളിവിടെ 80QQB എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 80QQB എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ദിസ് ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ടു എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് കിട്ടും. പക്ഷെ ആ ഇൻഡിവിജ്വൽ എങ്ങനെയുള്ളതായിരിക്കണം? ഹു ഈസ് എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിലെ റെസിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ESSCക്ക് സെക്ഷൻ 80QQB എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഹീ ഈസ് എൻ ഓതർ ഓഫ് എ ബുക്ക്, ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഓതറും കൂടിയും ആയിരിക്കണം. ഇനി ബുക്ക് എന്ന് പറയുന്നതിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ദ ബുക്ക് ഷുഡ് ബി എ വർക്ക് ഓഫ് എ ലിറ്റററി, artistic or scientific nature and the income must be derived by him in the exercise of his profession. അദ്ദേഹം ഒരു പ്രൊഫഷനായിട്ട് തന്നെ ഈ ബുക്ക് എഴുതുന്ന ഒരു ആക്ടിവിറ്റി അയാൾ കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതായത് ഒരു ബുക്ക് എഴുതുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ മാത്രമേ ഈ സെക്ഷൻ 80QQB എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ ബുക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം? ലിറ്റററി,
ആർട്ടിസ്റ്റിക് സയൻറ്റിഫിക് നേച്ചർ ആയിരിക്കണം, സാഹിത്യമോ അല്ലെങ്കിൽ കലാപരമായിട്ടോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ബേസിസിലുള്ള ബുക്കുകളായിരിക്കണം. അതിൽ നിന്ന് ഇൻകം ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു പ്രൊഫഷനായിട്ട് തന്നെ ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഇൻകം ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സെക്ഷൻ 80QQB പ്രകാരം നമുക്ക് ഇൻകം ക്ലെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ദ ഇൻകം മസ്റ്റ് ബി ഓൺ അക്കൗണ്ട് ഓഫ് എനി ലംസം കൺസിഡറേഷൻ ഓർ റോയൽറ്റി ഓർ കോപ്പിറൈറ്റ് ഫീസ്. ഇവിടെ കിട്ടിയിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് ഒരു ലംസം കൺസിഡറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റോയൽറ്റി ആയിരിക്കാം, അതും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ആയിരിക്കും. ഇവിടെ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 100% ഓഫ് സച്ച് ഇൻകം ഓർ 3 lakh വിച്ച് എവർ ഈസ് ലെസ്. മാക്സിമം നമുക്ക് എത്ര രൂപ വരെ കിട്ടുള്ളൂ? 3 ലക്ഷം രൂപ വരെ കിട്ടുള്ളൂ. അതിൽ താഴെയാണെങ്കിൽ നമുക്ക് 100% ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 100% നോക്കുക, 3 ലക്ഷം കമ്പയർ ചെയ്യുക, ഏതാണോ ലീസ്റ്റ് വരുന്നത് അതാണ് സെക്ഷൻ 80QQB പ്രകാരം ഒരു ഓതർക്ക് റോയൽറ്റി ബേസിസിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് ഓതർ ആയിരിക്കണം. എഴുതുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് അല്ലാത്തതായിരിക്കണം. അത് ലിറ്റററി, ആർട്ടിസ്റ്റിക്, സയൻറ്റിഫിക് നേച്ചർ ഉള്ളതായിരിക്കണം. അതിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ലംസം കൺസിഡറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റോയൽറ്റി ആയിരിക്കാം, അതും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ആയിരിക്കാം. കിട്ടുന്ന ഇൻകം എങ്ങനെയാണ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക? 100% അല്ലെങ്കിൽ 3 ലക്ഷം. ഇതിലേതാണോ ലീസ്റ്റ് വരുന്നത് അതാണ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ 80 RRB. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. റോയൽറ്റി ബേസിസിലാണ്, പക്ഷേ ഇറ്റ് ഈസ് എ പാറ്റൻറ്റ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റോയൽറ്റി ഓൺ പാറ്റൻസ് ആണ്. This deduction is available to an individual who is a resident in India and is a patentee. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽ ഓതർ ആയിരിക്കണം. ഇവിടെ പറയുന്നത് ഒരു പാറ്റൻറ്റി ആണെങ്കിൽ മാത്രം, അതോടൊപ്പം തന്നെ ഇന്ത്യൻ റെസിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ സെക്ഷൻ 80 RRB എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ പാറ്റൻറ്റി എന്ന് പറയുമ്പോൾ അത് പാറ്റൻറ്റ് ആക്ട് 1970 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാറ്റൻ്റ് ആയിരിക്കണം. ദ പാറ്റൻറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദ പാറ്റൻറ്റ്സ് ആക്ട് 1970. ഓക്കെ. ദ ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ ഈസ് 100% ഓഫ് ദ സച്ച് റോയൽറ്റി ഇൻകം ഓർ 3 lakh വിച്ച് എവർ ഈസ് ലെസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100% നോക്കുക, 3 ലക്ഷം നോക്കുക, ഏതാണോ ലീസ്റ്റ് വരുന്നത് അത് മാത്രമേ സെക്ഷൻ 80 RRB പ്രകാരം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് മാക്സിമം എമൗണ്ട് എത്രയാണ്? 3 lakh rupees ആണ്. നെക്സ്റ്റ് സെക്ഷൻ 80TTA ആണ്. ദാറ്റ് ഈസ് ദ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ SB അക്കൗണ്ട് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹10,000. ഇത് നമ്മളെ പോലെയുള്ള കോമൺ പബ്ലിക്കിന് അപ്ലിക്കബിൾ ആകുന്ന സെക്ഷനാണ് സെക്ഷൻ 80TTA എന്ന് പറയുന്നത്. എന്താണത് പറയാനുള്ള കാരണം? നമ്മൾ പബ്ലിക്ക് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാങ്കിൽ പോയിട്ട് SB അക്കൗണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ SB അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപ വരെ സെക്ഷൻ 80TTA പ്രകാരം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. വേർ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ SSC ബീങ് എൻ ഇൻഡിവിജ്വൽ അതർ ദാൻ എ സീനിയർ സിറ്റിസൺ or a Hindu undivided family includes any income by way of interest on deposit not being time deposit in a savings bank account. അപ്പോൾ ഇവിടെ പറയുന്ന ആദ്യത്തെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ഒരു SSC ആയിരിക്കണം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ SSC ആണെങ്കിൽ അത് സീനിയർ സിറ്റിസൺ ആവാനായിട്ട് പാടില്ല. നമുക്ക് വേണമെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ഒരു മെമ്പർ ആവാം. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ടൈം ഡെപ്പോസിറ്റ് ആവാനായിട്ട് പാടില്ല, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ടൈം ഡെപ്പോസിറ്റും ടേം ഡെപ്പോസിറ്റൊക്കെ അറിയാവുന്നതാണ്. നോട്ട് ബീയിങ് എ ടൈം ഡെപ്പോസിറ്റ് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്നത് നെക്സ്റ്റ് കണ്ടീഷൻസ് നോക്കാം. ബാങ്കിങ് കമ്പനി ടു വിച്ച് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലൈസ്. നമ്മുടെ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത് BRA ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലൈ ചെയ്യുന്ന സ്ഥാപനമായിരിക്കണം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ക്യാരിയിങ് ഓൺ ബിസിനസ് ഓഫ് ബാങ്കിങ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിങ് ഓപ്പറേഷൻ നടത്തുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസും ആവാം. അപ്പോൾ 3 കാറ്റഗറി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആയിരിക്കാം. എ ഡിഡക്ഷൻ ഓഫ് സച്ച് എമൗണ്ട് that is the interest shall be allowed to the maximum extent of ₹10,000. നമുക്ക് മാക്സിമം കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 10,000 രൂപയാണ്.
This deduction is allowed whether the individual or Hindu undivided family is resident or non-resident. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ റെസിഡൻ്റ് എന്ന് പറയുന്നതോ നോൺ റെസിഡൻറ്റോ ആയാലും കുഴപ്പമില്ല. നമുക്ക് എത്ര രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും? 10,000 rupees വരെ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, ആസ് പെർ സെക്ഷൻ 80 TTA പ്രകാരം ഒരു SSC എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 10,000 രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സീനിയർ സിറ്റിസൺ ആവാനായിട്ട് പാടില്ല. റെസിഡൻഷ്യൽ കാറ്റഗറിക്ക് ഇവിടെ പ്രാധാന്യമില്ല. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഓർഡിനറി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കാം. അതായത് BRA പ്രകാരമുള്ള ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി, അതും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആയിരിക്കാം. അവിടെ നമ്മൾ ടൈം ഡെപ്പോസിറ്റ് ആവാൻ പാടില്ല. SB അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശ നമുക്ക് 10,000 രൂപ വരെ സെക്ഷൻ TTA പ്രകാരം ഇൻകം ടാക്സിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ കേസ് ഓഫ് സീനിയർ സിറ്റിസൺ. നമ്മൾ നേരത്തെ പറഞ്ഞുള്ളത് സീനിയർ സിറ്റിസൺ ഒഴിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 80 TTB പ്രകാരം പറയുന്നത് സീനിയർ സിറ്റിസൻ്റെ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, ഇനി സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് എങ്ങനെയാണ്? കഴിഞ്ഞ സെമ്മിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സിന് മേലെയുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ ആയിരിക്കും. അത് 80 വയസ്സിന് മേലെയാണെങ്കിൽ സൂപ്പർ സീനിയർ ആയിരിക്കും. ഇവിടെ പറയുന്നത് സീനിയർ സിറ്റിസൻ്റെ കാര്യമാണ്. ഇൻസെർട്ടഡ് ബൈ ദ ഫിനാൻസ് ആക്ട് 2018, അതായത് വിത്ത് ഇഫക്റ്റ് ഫ്രം അസസ്മെൻറ്റ് ഇയർ 2019-20 തുടങ്ങിയിട്ടാണ് ഈ ഫിനാൻസ് ആക്ട് 2018 ഈ സീനിയർ സിറ്റിസൻ്റെ ഒരു അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ 80 TTBയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ പറയുന്ന കണ്ടീഷൻസ് നോക്കാം. വേർ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ SSC ബീയിങ് എ സീനിയർ സിറ്റിസൺ includes any income by way of interest on deposit. ഇവിടെ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് 60 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ്. അവരുടെ ഇൻകം എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം ഉള്ള ഒരു SSC ആയിരിക്കണം. അവരുടെ ഇൻകത്തിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന എനി കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസോ ആവാം. ഇനി ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻ കേസ് വെയർ ദ എമൗണ്ട് ഓഫ് സച്ച് ഇൻകം ഡസ് നോട്ട് എക്സീഡ് 50,000 ദ ഓൾ ഓഫ് സച്ച് എമൗണ്ട്, മാക്സിമം നമുക്ക് കിട്ടുന്നത് 50,000 രൂപയാണ്. അതായത് ഇൻ ദ കേസ് ഓഫ് വെയർ ദ എമൗണ്ട് ഓഫ് സച്ച് ഇൻകം ഡസ് നോട്ട് എക്സീഡ് 50,000 എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 50,000 വരെ കിട്ടും. ഇൻ എനി അതർ കേസ് 50,000 രൂപ വരെ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഓർഡിനറി സിറ്റിസൺ ആണെങ്കിൽ 10,000, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 80 TTB പ്രകാരം നമുക്ക് കിട്ടുന്ന ക്ലെയിം എന്ന് പറയുന്നത് 50,000 രൂപ വരെയാണ്. അണ്ടർ ദിസ് സെക്ഷൻ നോ ഡിഡക്ഷൻ ഈസ് അലൗവബിൾ ഇഫ് ഡെപ്പോസിറ്റ് ആർ ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് എ പാർട്ട്ണർ ഓർ മെമ്പർ ബൈ ദ ഫേം ഓർ AOP. അതേസമയം ഈ സീനിയർ സിറ്റിസന് ഈ 50,000 രൂപ വരെയുള്ള ക്ലെയിം 80 TTB പ്രകാരം കിട്ടാത്ത കേസുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് കിട്ടാത്ത കേസ് പറയുന്നത്? ഈ SSC എന്ന് പറയുന്ന ആൾ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു മെമ്പറോ ഏതിലാവാൻ പാടില്ല, ഒരു ഫേമിലോ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണിലോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വലോ ആവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് സെക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. 80U ആണ്. 80Uയിൽ പറയുന്നത് ഡിസബിലിറ്റി റിലേറ്റഡ് ആണ്. ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ബീയിങ് എ റെസിഡൻറ്റ് ആൻഡ് ഈസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഒരു ഡിസബിലിറ്റി ഉള്ള റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിലാണ് സെക്ഷൻ 80U എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. ഇവിടെ വരുന്നത് ഇറ്റ് ഈസ് സർട്ടിഫൈഡ് ബൈ ദ മെഡിക്കൽ അതോറിറ്റി ടു ബി എ പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ, അതായത് സർട്ടിഫൈഡ് ഒരു മെഡിക്കൽ അതോറിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഹാജരാക്കാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര രൂപ വരെ ഡിഡക്ഷൻ കിട്ടും? 75,000 വരെ 80U പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഡിഡക്ഷൻ ഓഫ് ₹75,000 ഇൻ കേസ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി.
and rupees 1,25,000 in the case of person with a severe disability. Severe disability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയുള്ളതായിരിക്കണം? 80% കൂടുതൽ ഡിസേബിൾഡ് ആണെങ്കിലാണ് സിവിയർ ഡിസബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 80U പ്രകാരം എത്ര രൂപ വരെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും? 1,25,000 രൂപ വരെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് allowable by way of deduction from his gross total income. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80U പ്രകാരം അത്ര രൂപ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വീണ്ടും സമ്മറൈസ് ചെയ്ത് പറയാണ്, 80U എന്ന് പറയുന്നത് ഡിസബിലിറ്റി റിലേറ്റഡ് ആണ്. ആ പേഴ്സൺ എങ്ങനെയുള്ളതായിരിക്കണം? ഡിസേബിൾഡ് പേഴ്സൺ ആയിരിക്കണം. ആ ഡിസബിലിറ്റീനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ അതോറിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു SSC റെസിഡൻ്റ് ആണെങ്കിൽ 75,000 രൂപയും, ഇനി സിവിയർ ഡിസബിലിറ്റി അതായത് 80%-നേക്കാൾ കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 1,25,000 രൂപയും സെക്ഷൻ 80U പ്രകാരം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രോഫിറ്റ് ഓർ ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അണ്ടർ സെക്ഷൻ 80 വരുന്ന ഡിഡക്ഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 80I മുതൽ 80U വരെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ലെങ്തി സെഷനായിരുന്നു, എന്നാലും അത് തിയറി ആണെങ്കിലും എല്ലാ സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 10 രൂപയിലേക്ക് റൗണ്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമുക്ക് ഒരു 7, 8, 9, 10 എന്ന് പറയുന്ന ഒരു നമ്പറാണ് ലാസ്റ്റ് നമ്പർ വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് 987 എന്ന് വന്നു കഴിഞ്ഞാൽ 990 നെക്സ്റ്റ് 10 റൗണ്ട് ചെയ്യണമെന്നുള്ള ഒരു ചെറിയൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 80I തുടങ്ങിയിട്ട് 80U വരെയുള്ള പോർഷൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് പ്ലീസ് ക്ലാരിഫൈ അറ്റ് ദ ടൈം ഓഫ് യുവർ ഇൻട്രാക്ഷൻ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.